യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത് വാക്യം: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന വചനമാണ്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അധരത്തെ, നമ്മുടെ നാവിനെ, നമ്മുടെ വാക്കുകളെ നാം അടക്കിക്കൊള്ളുവാനും സൂക്ഷിക്കുവാനും ശ്രദ്ധിപ്പാനും ഇടയായിത്തീരണം എന്നോർമ്മപ്പെടുത്തുകയാണ്. നാം പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾ വരുത്തുന്ന ദോഷഫലങ്ങളെയും നന്മകളെയും കുറിച്ച് ഗൗരവമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം പറയുന്ന ചില വാക്കുകൾ അനവധി ആളുകൾക്ക് ആശ്വാസവും അനുഗ്രഹത്തിനും നന്മയ്ക്കും അത് കാരണമായി തീർന്നിട്ടുള്ളതുപോലെ തന്നെ ചില വാക്കുകൾ അസാധാരണമായ ചില പ്രതിസന്ധികൾക്ക് കാരണമാക്കി തീർത്തിട്ടുണ്ടെന്നും തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 32-ാം വാക്യത്തിൽ വരുമ്പോൾ, ഉറ്റുനോക്കുവാൻ പോയതായ ആളുകൾ അവർ ചെന്നതായ സ്ഥലത്ത് അനാക്യമല്ലന്മാരെ കണ്ടിട്ട് ഭയപ്പെട്ട് തോട്ടത്തിൽ പ്രവേശിപ്പാൻ തയ്യാറാകാതെ പാളയത്തിലേക്ക് മടങ്ങി വരികയും അവർ പാളയത്തിൽ മടങ്ങി വന്ന് ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത്, നാം പോയി കാണുവാനിരുന്ന സ്ഥലം നമുക്ക് കൈവശമാക്കുവാൻ സാധ്യമല്ല എന്നുള്ളതായ വാക്കുകളാണ്. ആ വാക്ക് കേട്ട് സഭ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് ജനം ആ രാത്രി മുഴുവനും കരയുകയും മോശയോട് അഹരോനോടും വിരോധമായി പിറുപിറുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുണ്ടായി. ദേശം ഉറ്റുനോക്കുവാൻ പോയ ആളുകളുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ജനത്തിൻ്റെ ഇടയിൽ വലിയ ദുഃഖങ്ങൾക്കും മോശയോടും അഹരോനോടും വിരോധമായി പിറുപിറുക്കുന്നതിനും കാരണമായി തീർന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അസമയത്തു പറയുന്ന ചില വാക്കുകൾ, ചിന്തിക്കാതെയും ആലോചിക്കാതെയും പറയുന്ന ചില വാക്കുകൾ, അത് മറ്റുള്ളവർക്ക് വരുത്തുന്ന വേദനകളും ചില സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളും എത്രമാത്രം വലുതാണെന്ന് ആ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 6 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, നാം നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്നും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായ ഒരു കപ്പലിനെ അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് നിയന്ത്രിച്ച് തനിക്ക് ബോധിച്ച ഇടത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ നാം നമ്മുടെ നാവിനെ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേ പദം തന്നെയാണ് പത്രോസ് അപ്പോസ്തലനും ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നിത്യജീവനും ശുഭകാലവും കാണുവാനാണ് ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങളുടെ നാവിനെ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും അത് നിങ്ങളെ നന്മയിൽ എത്തിക്കുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ അധരത്തെ സൂക്ഷിക്കുവാൻ, നാം പറയേണ്ടത് മാത്രം പറയുവാൻ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ദോഷമായി തീരാതെ
അത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് കാരണമായി തീരുവാൻ നമുക്ക് നമ്മെ ഒരുക്കാം, സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ നാവ്, ഞങ്ങളുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് മുറിവിനും വേദനയ്ക്കും അവരുടെ ഇടയിൽ കലക്കങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണമായി തീരാതെ ഞങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതും ശ്രേഷ്ഠവുമായ നിലകളിലായി തീരത്തക്ക തലത്തിൽ ഞങ്ങൾക്ക് വീണ്ടും വിചാരമുള്ളവരായി ഞങ്ങൾക്ക് സംസാരിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളെ അധരങ്ങളെ അടക്കേണ്ട ഇടങ്ങളിൽ അടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.